ആക്ച്വലി വാഴ 3 എന്നൊരു പടത്തിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? അതും ഗേൾസിനെ വെച്ചിട്ട് ഇവന്മാർ എന്ത് കാണിക്കാനാണ്? അതിനകത്ത് ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റോ അല്ലെ മിഡിൽ ക്ലാസ് ബോയ്സ് നമ്മൾ അനുഭവിച്ച പോലത്തെ സ്ട്രഗിളോ ഇങ്ങനത്തെ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കിടന്ന് വിരകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇവരോട് പറയാനുള്ളത് ഇതാണ്, അതായത് എടാ നമ്മുടെ പല സ്ട്രഗിൾസും നമുക്ക് പുറത്ത് പറയാനെങ്കിലും പറ്റിയിട്ടുണ്ട്. അതുപോലും പറ്റാത്ത, വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത പോലത്തെ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് അവരും. നമ്മളെപ്പോലെ തന്നെ അവരും അനുഭവിച്ചിട്ടുണ്ട്. ചില സ്റ്റേജിൽ നമ്മളെക്കാൾ കൂടുതലും പലരും അനുഭവിച്ചിട്ടുണ്ട്. സോ ആദ്യം ഈ മൂന്നാമതൊരു പടം വേണമെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാനും. പക്ഷേ പിന്നീട് ആ ടാഗ്ലൈൻ കണ്ടപ്പോഴാണ് ഞാൻ മാറ്റി ചിന്തിച്ചത്, ശരിയാണ് അങ്ങനെ ഒരു പടവും കൂടെ വരണം. കാരണം വാഴ ടീമിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തേണ്ടതായ രീതിയിൽ എൻ്റർടൈൻമെൻറ്റും അതിനകത്ത് ഈ കാണിക്കേണ്ട മുഖങ്ങളും ആ ഫീലിങ്സും എല്ലാം ചേർത്ത് അവരത് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. സോ അവർക്കും പറയാനുണ്ട്, അതാണ് പറയാനുള്ളത്, അവർക്കും പറയാനുണ്ട്, അവരുടേതും വരണം. സോ വാഴ 3 അത് പറയും. വാഴ 3 എന്തായാലും വരണം. വെയിറ്റിംഗ് ഫോർ ദാറ്റ്.